JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബാങ്ക് OA പരീക്ഷ 26/10/2024 നടക്കാൻ പോവുകയാണ് അല്ലേ? എല്ലാവരും അതിനു വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങിയോ? ക്ലാസ്സുകളെല്ലാം തന്നെ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റിലെ ക്ലാസ്സുകൾ, ആദ്യം തൊട്ടുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാണ്. കൂടാതെ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് റാങ്ക് ഫയൽ ഞാൻ പറഞ്ഞിരുന്നു. റാങ്ക് ഫയലിൻ്റെ കാര്യം, റാങ്ക് ഫയൽ പല ഉദ്യോഗാർത്ഥികളും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ തയ്യാറാക്കിയത്. കാരണം PSC പരീക്ഷകളിൽ 2024 വന്നിട്ടുള്ള ക്വസ്റ്റ്യനുകളും അതുപോലെ 2023 വന്നിട്ടുള്ള ക്വസ്റ്റ്യനുകളും 2022 വന്നിട്ടുള്ള ക്വസ്റ്റ്യനുകളും 2021 വന്നിട്ടുള്ള ക്വസ്റ്റ്യനുകളും ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഓഫീസ് അറ്റൻഡന്റ് തന്നെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏകദേശം 20 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ, 20ന് മുകളിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 2500ഓളം ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും ഉൾപ്പെടുത്തിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഉദ്യോഗാർത്ഥികളുടെ ആവശ്യപ്രകാരമാണ് തയ്യാറാക്കിയത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് റാങ്ക് ഫയൽ ആവശ്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് റാങ്ക് ഫയൽ ഞാൻ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ ഒക്കെ അയച്ച് നൽകുന്നതാണ്. പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ റാങ്ക് ഫയൽ തയ്യാറാക്കിയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനുകളിൽ നിന്നാണ് ക്വസ്റ്റ്യനുകളെല്ലാം വരുന്നത്. പല ഉദ്യോഗാർത്ഥികളും പറയും ഇതുമായിട്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, കമന്റ് ബോക്സിലൊക്കെ ഇടുന്നുണ്ട്, ഇതുമായിട്ട് യാതൊരു പ്രയോജനവുമില്ലാത്ത ചോദ്യങ്ങളാണ് എന്നൊക്കെ പലരും വിചാരിക്കും. പക്ഷേ ഈ ചോദ്യങ്ങളെല്ലാം തന്നെ പലതവണ PSC ആവർത്തിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ തന്നെ അടങ്ങിയ റാങ്ക് ഫയൽ നമുക്ക് ഒരിടത്തും കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അത് മാത്രമായിട്ട് ഒരിടത്തും റാങ്ക് ഫയൽ കിട്ടില്ല. നമുക്ക് LGSന്റെ ആണെങ്കിലും LDCയുടെ ഒക്കെ ആണെങ്കിൽ പോലും നമുക്ക് റാങ്ക് ഫയൽ കിട്ടുന്നത് എങ്ങനെയാണ്? ആ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യനുകളും മാത്രമാണ്. പക്ഷേ പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയായിട്ട് റാങ്ക് ഫയൽ ഒരിടത്തും നമുക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനുകൾ നമ്മൾ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എന്താ ഗുണം? നമുക്ക് ഒരു ടോപ്പ് ലെവലിൽ എത്താൻ പറ്റും. നമ്മുടെ ഒരു എനർജി ലെവല്, നമ്മൾ ആ പരീക്ഷയെ ഫേസ് ചെയ്യുന്ന എനർജി ലെവല് വളരെയധികം വ്യത്യാസപ്പെടുകയും നമുക്ക് നല്ല മാർക്ക് പരീക്ഷയെ ഫേസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചല്ലോ എന്ന ഒരു ഉറപ്പിന്മേൽ നമുക്ക് പരീക്ഷയെ വളരെ ഈസി ആയിട്ട് ഫേസ് ചെയ്യാൻ സാധിക്കും, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതാണ് ഇങ്ങനെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ ഡിസ്കസ് ചെയ്താലുള്ള ഗുണം എന്ന് പറയുന്നത്. ഞാൻ ആരെയും റാങ്ക് ഫയൽ മേടിക്കാൻ നിർബന്ധിക്കത്തില്ല. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ മാത്രം വാങ്ങിയാൽ മതി. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ 26/10/2024 പരീക്ഷ നടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നിലവിലെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് 125 വേക്കൻസികളാണ്. 22/1/2024 പ്രകാരം 125 വേക്കൻസികളാണ് ഓൾറെഡി നമ്മൾ നോട്ടിഫിക്കേഷൻ സമയത്ത് നമുക്ക് സൈറ്റിൽ കാണാൻ സാധിച്ചത് അല്ലെ? എല്ലാവരും കണ്ടതാണ്. അപ്പോൾ അല്ലെ, 9/4/2024 അതിന്റെ ഗസറ്റ് ഡേറ്റ്, നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ്. അപ്പോൾ നമുക്ക് 125 വേക്കൻസിയാണ് 22/1/2024 പ്രകാരം നമുക്ക് 125 വേക്കൻസിയാണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിച്ചു ചോദിച്ചു, സാറേ ഇനി വേക്കൻസി കൂടാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഇനി വേക്കൻസി ഉണ്ടാവുമോ വരുമോ എന്നൊക്കെ ധാരാളം ഉദ്യോഗാർത്ഥികൾ ചോദിച്ചു. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ സൈറ്റിൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 20/5/2024 പ്രകാരം 8 ഫ്രഷ് വേക്കൻസി കൂടി അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്ക് സൈറ്റിൽ നോക്കിയാൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് PSCയുടെ സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. 20/5/2024 പ്രകാരം 8 ഫ്രഷ് വേക്കൻസി കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്? 1,91,712 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. ശമ്പളം എത്രയാണ്? 16,500, 44,050 ശമ്പള സ്കെയില് എന്ന് പറയുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല അവസരമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, 40 വയസ്സിന് മുകളിൽ, 40 വയസ്സ് വരെ OA പരീക്ഷ എഴുതാൻ പറ്റിയ ഒരു 40 വയസ്സുള്ളവർക്ക് എഴുതാൻ പറ്റിയ ഒരു സുവർണാവസരമാണ്. അതുപോലെ തന്നെ OBC-കാർക്ക് 43 വയസ്സ് വരെ, SC/ST-കാർക്ക് 45 വയസ്സ് വരെ ഇതിലേക്ക് അപേക്ഷിക്കാമായിരുന്നു. അപേക്ഷിച്ചവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇനിയൊരു ഇതുപോലൊരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ വിരളമായിട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ഇനി വേക്കൻസി ഇനിയും കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം
നമ്മൾ എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. കാരണം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 3 വർഷമാണ്. പ്രസ്തുത കാലാവധിക്കുള്ളിൽ വരുന്ന വേക്കൻസികളെല്ലാം തന്നെ ലിസ്റ്റിൽ നിന്ന് തന്നെ ആഡ് ചെയ്യാനുള്ള സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് വളരെ കുറച്ച് സമയം കൂടി മാത്രമേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇനി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ പ്ലേലിസ്റ്റിലെ ക്ലാസ്സുകളെല്ലാം തന്നെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ക്ലാസ്സുകൾ തുടർച്ചയായിട്ട് നമുക്ക് മുൻപോട്ട് പ്രതീക്ഷിക്കാം. നിങ്ങൾ ക്ലാസ് കൃത്യമായിട്ട് കണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇനിയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്ത് തരികയുള്ളൂ. അല്ലാതെ ഞാൻ വെറുതെ അപ്ലോഡ് ചെയ്തിട്ട് ആരും കാണുന്നില്ല എങ്കിൽ എനിക്കൊരു വിഷമം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണുക, നിങ്ങളുടെ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഞാനും അതുപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ക്ലാസ്സുകൾ കാണുക. നമുക്ക് റാങ്ക് മേടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ട് എല്ലാവരും നല്ല രീതിയിൽ വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് ടോപ്പ് റാങ്കിൽ എത്തിച്ചേരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും നന്നായിട്ട് ക്ലാസ്സുകളെല്ലാം കൃത്യമായിട്ട് കാണുക, നന്നായിട്ട് എഴുതിയെടുക്കുക. പത്രപാരായണം കൃത്യമായിട്ട് പരീക്ഷ കാലാവധിക്കുള്ളിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. പരീക്ഷയിൽ അത് നമുക്ക് വളരെയധികം പ്രയോജനപ്രദമായിരിക്കും. കൂടുതൽ വായനകൾ ശീലമാക്കുക. അപ്പോൾ എല്ലാവർക്കും റാങ്ക് ലിസ്റ്റ് എത്തിച്ചേരാനും ഉയർന്ന റാങ്കിൽ എത്തിച്ചേരാനൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തുന്നു. നന്ദി, നമസ്കാരം.